കൊല്ലം കുണ്ടറയിൽ റെയിൽവേ പാളത്തിന് കുറുകെ ടെലിഫോൺ പോസ്റ്റ് ഇട്ടവരെന്ന് സംശയിക്കുന്നവരുടെ CCTV ദൃശ്യം പുറത്തുവന്നു. രാത്രി 2 മണിയോടെ സംശയാസ്പദമായി കണ്ട 2 യുവാക്കൾക്കായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. യുവാക്കളുടെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. പ്രേക്ഷകർ കാണുന്ന ആ ദൃശ്യങ്ങളാണ്. അരുൺരാജ് കൊല്ലത്തും ചെയ്തു. അരുൺരാജ്, ട്രെയിൻ അട്ടിമറി സംശയം ബലപ്പെടുന്നു. 2 യുവാക്കൾ സംശയാസ്പദമായി കാണുന്നു. കേസിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ്? ഇവരെക്കുറിച്ച് എന്തെങ്കിലും സൂചന ഇതുവരെ ലഭിച്ചിട്ടുണ്ടോ? സുഹൈൽ, ഇന്നലെ രാത്രി പുലർച്ചെ 2 മണിയോടെയാണ് ഈ കുണ്ടറ ആറുമുറിക്കടയ്ക്ക് സമീപം പഴയ ഫയർ സ്റ്റേഷന് സമീപമുള്ള ഭാഗത്ത് ഈ റെയിൽവേ പാളത്തിന് കുറുകെ ടെലിഫോൺ പോസ്റ്റ് പിടിച്ചിട്ടിരിക്കുന്നതായി നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് എത്തി ഈ ടെലിഫോൺ പോസ്റ്റ് എടുത്തു മാറ്റുകയും ചെയ്തു. പിന്നീട് ഈ സ്ഥലത്ത് നിന്ന് പോലീസ് ആദ്യം പോകുന്ന ഘട്ടത്തിൽ വിചാരിച്ചത് ലഹരി സംഘങ്ങൾ വല്ലതുമായിരിക്കും ഇത്തരത്തിൽ ഈ അതിക്രമം കാട്ടിയത് എന്നുള്ളതായിരുന്നു. പോലീസ് മടങ്ങിയ ശേഷം 3 മണിക്ക് തുടർച്ചയായി നാട്ടുകാർ ആ ഭാഗത്തേക്ക് സമീപത്തെ ചായക്കടയിലേക്ക് അടക്കം പോയ നാട്ടുകാരാണ് പിന്നീട് വീണ്ടും ഈ റെയിൽവേ പാളത്തിന് കുറുകെ ടെലിഫോൺ പോസ്റ്റ് കിടക്കുന്നതായി വീണ്ടും ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ 2ാം തവണയും കണ്ടതിനെ തുടർന്നാണ് വീണ്ടും പോലീസിനെ അറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി ടെലിഫോൺ പോസ്റ്റ് മാറ്റുകയും ചെയ്തത്. 3:25 പാലരുവി എക്സ്പ്രസ് ഇതുവഴി കടന്നു പോകേണ്ടതായിരുന്നു. അതിന് തൊട്ടു മുമ്പാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽ ടെലിഫോൺ പോസ്റ്റിംഗ് ഇത്തരത്തിൽ കിടക്കുന്നതായി കണ്ടത്. തുടർന്ന് ഇതിൽ അട്ടിമറി സംശയം പോലീസ് മുന്നോട്ട് വെക്കുകയും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയും ചെയ്തു. ഇപ്പോൾ 2 മണിക്ക് ഈ സമീപത്തോട് കടന്നു പോകുന്ന 2 ചെറുപ്പക്കാരുടെ ദൃശ്യമാണ് ഇപ്പോൾ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസ് ലഭിച്ചിരിക്കുന്നത്. ഇവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. നാട്ടുകാരുടെ കൂടി സഹായത്തോടെ ഇവരെ കണ്ടെത്താനുള്ള ശ്രമമാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത്. കാരണം വളരെ ഗുരുതരമായ വിഷയമാണ്. റെയിൽവേ പോലീസും പുനലൂർ റെയിൽവേ പോലീസും സംസ്ഥാന പോലീസും സംയുക്തമായിട്ടാണ് ഇപ്പോൾ ഈ അന്വേഷണം നടത്തുന്നത്. കാരണം ലഹരി സംഘങ്ങളാണെന്ന ആദ്യഘട്ടത്തിലെ സംശയം അത് 2ാം ഘട്ടത്തിൽ വീണ്ടും ഈ റെയിൽവേ പാളത്തിന് കുറുകെ ടെലിഫോൺ പോസ്റ്റ് ഇട്ടതോടെ അത് അട്ടിമറി സാധ്യതയാണോ എന്ന ഒരു സാധ്യതയിലേക്ക് കൂടി ഇപ്പോൾ വിരൽ ചൂണ്ടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ കൂടി സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിശദമായ അന്വേഷണം നടക്കുന്നത്. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം സമീപത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുമ്പോൾ റെയിൽവേ പാളത്തുമായി ബന്ധപ്പെട്ടും അതിന്റെ സമീപത്തെ ആൾക്കാരുടെ മൊഴിയും ഇപ്പോൾ റെയിൽവേ പോലീസും ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, അരുൺരാജാണ് വിശദാംശങ്ങൾ നൽകിയത്. അങ്ങേയറ്റം ഗുരുതരമായ സംഭവം തന്നെയാണ്. അട്ടിമറിയാണോ എന്ന കാര്യത്തിൽ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പിന്നിൽ ആരും ഉദ്ദേശമെന്ന് അങ്ങനെ ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. ഈ പ്രതികൾക്കായുള്ള അല്ലെങ്കിൽ ആ CCTVയിൽ കാണുന്ന യുവാക്കൾക്കായുള്ള അന്വേഷണം ഊർജിതമായി തുടരുകയാണ്.